നമസ്തേ. തിരുവനന്തപുരം പാപ്പനംകോട് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരള സംസ്ഥാന വാർഷിക ബൈഠക്കിന് പ്രൗഢഗംഭീരമായ സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന വാർഷിക ബൈഠക്കിൽ ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, സംഘടനയുടെ ദൃഢീകരണം, സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി അധ്യക്ഷനായ സമ്മേളനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സ്വാഗതം പറഞ്ഞു. നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് അയാൾ പാർട്ടിക്കാരനാണ്, അയാൾക്ക് പോകണം, അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ്സുകാരനാണ്, അങ്ങോട്ട് പോകണം. അത് മാറണം. ഹിന്ദുവാണോ ആ ഹിന്ദുവിന്റെ ഭവനത്തിൽ നാം എത്തിയിരിക്കണം. അയാൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ തിരസ്കരിക്കുമോ അതെല്ലാം രണ്ടാമത്തെ കാര്യം. ട്രസ്റ്റ് അംഗം പ്രേംരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ക്ഷേക്കേണ്ടി വരുമ്പോ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് എന്താ പറഞ്ഞത്, അത് നിങ്ങളോട് എന്റെ സഹോദരിമാരുടെ ഇരിക്കുന്നത് പറയാം. പക്ഷെ ഈ ഒരു കാര്യം അതിന് വക്രീകരിച്ച് മോശമായ ഒരു ഭാഷയിൽ കൂടി ഇട്ടവൻ വരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വേദന എത്രയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ വളരെ ലളിതമായി വളരെ സൂക്ഷ്മമായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അറബ് രാജ്യമാണ് എന്ന നിലയിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതിനെ മറ്റു രീതി പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന്റെ പ്രതിഷേധം ഇതൊരു വലിയ മുറിയാക്കി ഈ ഒരു വലിപ്പത്തിൽ. ഭാരതത്തിലും കേരളത്തിലും ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യാനും സംഘടനയുടെ ദൃഢീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയുമാണ് ബൈഠക്കിൽ നടന്നത്. കൂടാതെ ഇത്തവണത്തെ വാർഷിക ബൈഠക്കിൽ 2 സുപ്രധാന പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രമേയത്തിലൂടെ ഉന്നയിച്ച 2 വിഷയങ്ങളിൽ ആദ്യത്തേത് ക്ഷേത്രഭരണം വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് കൈമാറുക എന്നതായിരുന്നു. അവിശ്വാസികളും അഴിമതിക്കാരുമായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നിയന്ത്രണം വഹിക്കുന്ന ദേവസ്വം ബോർഡുകളിൽ നിന്നും ക്ഷേത്രങ്ങളെ വിമോചിപ്പിച്ച് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് കൈമാറുവാനും സംസ്ഥാന സർക്കാർ അടിയന്തരമായി തയ്യാറാകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. ഏകീകൃത മതപരിവർത്തന വിരുദ്ധ നിയമം പാസ്സാക്കണമെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രമേയം. ഭാരതത്തിലെ 11ഓളം സംസ്ഥാനങ്ങൾ മതപരിവർത്തന നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആവശ്യത്തിനു വേണ്ടി പഴുതുകൾ അടച്ച ഒരു കേന്ദ്ര നിയമവും ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല. ആയതിനാൽ മതപരിവർത്തനങ്ങൾ ഏത് രൂപത്തിലായാലും അത് നിരോധിക്കുന്നതിനും അപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിനും ആവശ്യമായ ഒരു സമഗ്ര കേന്ദ്ര നിയമം നിർമ്മിച്ച് രാജ്യമെമ്പാടും നടപ്പിലാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലത്തിനനുസരിച്ചുള്ള യുഗധർമ്മമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നിർവഹിച്ചു പോരുന്നതെന്നും ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയ ഹൈന്ദവ ധർമ്മത്തെ വീണ്ടെടുക്കുകയായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് എന്നും അന്താരാഷ്ട്ര ജോയിന്റ് സെക്രട്ടറി സ്ഥാണു മാലയൻ പറഞ്ഞു. മതപരിവർത്തന ശക്തികളും ചില രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണമായും ഹൈന്ദവ സമൂഹത്തിന് എതിരായി നിലകൊള്ളുന്നു. ലഹരി വിരുദ്ധ ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ VHP പ്രതിജ്ഞാബദ്ധരാണെന്നും VHP സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. കാലാനുസൃതമായിട്ട് ഹിന്ദുവിന്റെ ധർമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആദ്യത്തേതാണ് നമ്മുടെ സംസ്കൃതി സുരക്ഷാ സേവ. ധർമ്മരക്ഷതയുള്ള ഈ മുമ്മൂർത്തികളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം പോലെയാണ് സംസ്കൃതി. അത് സൃഷ്ടിയാണ്. സംസ്കൃതിയോട് ചേർന്ന് നടത്തേണ്ടത് എന്താ? നമ്മുടെ സുരക്ഷ. മൂന്നാമത്തെ വിഷയമാണ് അതോട് ചേർന്ന് വരുന്ന സേവനം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവാക്കളായിട്ടുള്ള ബജരംഗങ്ങളും ദുർഗാവാഹിനിയും കഴിഞ്ഞ 2 വർഷമായിട്ട് ലഹരി മുക്ത ഭാരതം എന്നുള്ള ഒരു പ്രോജക്റ്റ് എടുത്ത് പ്രവർത്തിക്കുകയാണ്. സമ്മേളനത്തിന്റെ 3ാം ദിനമായ ഇന്ന് ഹിന്ദുമത ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ ഗോപൂജ നടത്തപ്പെട്ടു. ജനകീയമാക്കുന്നതിനും ഗോ ആധാരിത ഉൽപ്പന്നങ്ങളുടെ ക്ഷേമവും തനത് ഗോവംശവർദ്ധനവും ഉറപ്പാക്കുകയും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായ ഗോഭക്തി. ഹിന്ദുമതം വെറും മതമല്ല എന്നും അത് മതങ്ങളുടെ മാതാവാണെന്നും പഞ്ചയജ്ഞം അനുഷ്ഠിക്കുവാൻ സമാജത്തെ സജ്ജരാക്കുവാൻ നമുക്ക് കഴിയണമെന്നും മാനവ സമൂഹത്തിന് ധർമ്മപാതയിലേക്ക് എത്തുവാൻ അത് ഉപകരിക്കുമെന്നും സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കൈമനം അമൃതാനന്ദമയി മഠം സ്വാമി ശിവ അമൃതാനന്ദപുരി പറഞ്ഞു.
ഒരു ദിവസം കഥയാത്രക്കിടയിൽ സ്വാമി വിവേകാനന്ദൻ തൻ്റെ ധ്യാനം കഴിഞ്ഞിട്ട് ഡെക്കിൽ വന്നിട്ട് ശിഷ്യന്മാരെയെല്ലാം വിളിച്ച് കുട്ടിയിട്ട് പറഞ്ഞു, ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം എനിക്ക് ദർശിക്കാൻ സാധിച്ചു. അത് ജനങ്ങളെല്ലാം കാലാനുസൃതമായി പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ പശുവിനെയൊക്കെ മാതാവായിട്ട് കണക്കാക്കി ആരാധിച്ചിരുന്നു. ഇന്ന് ഏറ്റവും അധികം മാംസം ഭക്ഷിക്കുന്നത് ബീഫൊക്കെ കഴിക്കുന്ന ഹിന്ദുക്കളായിരിക്കാണ്. ബീഫ് ഫെസ്റ്റിവലൊക്കെ നമ്മൾ നടത്തിയതും അതിൽ പങ്കെടുത്തവരും കൂടുതൽ ഹിന്ദുക്കളാണ്. പോട്ടെ, എല്ലാ വീട്ടിലും പശുവിനെ വളർത്താൻ പറയുന്നുണ്ട്. പക്ഷെ അത് കാർത്തിക പൂച്ചയ്ക്കെങ്കിലും ഒരു മുണ്ട് ഭക്ഷണം കൊടുത്തുകൂടെ? ചടങ്ങിൽ VHP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ, വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന ബാഹുലേയൻ, അഡ്വക്കേറ്റ് അനുരാഗ്, ജോയിന്റ് സെക്രട്ടറിമാരായ അഭിനു സുരേഷ്, KR ദിവാകരൻ, MK ദിവാകരൻ, ട്രഷറർ V ശ്രീകുമാർ, സംസ്ഥാന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളും പ്രസംഗിച്ചു. കേരളത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാനും ഗ്രാമ നഗര തലങ്ങളിൽ അവബോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. സമാപന ഘട്ടത്തിൽ നടന്ന തിരംഗയാത്രയിൽ 1000-ലധികം പ്രവർത്തകർ അണിനിരന്ന അനന്ത പത്മനാഭന്റെ നഗരത്തിൽ ദേശാഭിമാനത്തിന്റെ പ്രകമ്പനം സൃഷ്ടിച്ചു. ലഹരിമുക്ത ഭാരതവും ഹൈന്ദവ ഐക്യവും ലക്ഷ്യമാക്കിയുള്ള VHPയുടെ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണത്തെ സംസ്ഥാന വാർഷിക ബൈഠക് ഹൈന്ദവന് ഊർജം പകരുന്ന നിരവധി കാര്യങ്ങളുമായാണ് സമാപിച്ചത്.